പുറത്തത്തെ മഴയെ നല്ല പോലെ ആസ്വദിച്ച് എനിക്ക് ഇരിക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഒരു മധുരം കഴിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം. എന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അടുക്കളയിൽ ചെന്നപ്പോഴാണ് കുറച്ച് നുറുക്കലരി ഇരിക്കുന്നത് കണ്ട്. എന്നാൽ പിന്നെ ഈ നുറുക്കലരി കൊണ്ടൊരു പായസം തട്ടിക്കൂട്ടിയാലോ? പായസമെന്നോ കഞ്ഞിയെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ ഈ നുറുക്കലരി നല്ലപോലെ കഴുകിയെടുത്തിട്ട് ഇത്തിരി പഞ്ചസാര ഇട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് വിസിലടിപ്പിക്കാൻ വെക്കുന്നത് കേട്ടോ. ഇതൊരു 3-4 വിസിലടിപ്പിക്കും ഞാൻ. കാരണം എന്ന് വെച്ചാൽ നല്ല പോലെ ഈ അരി വേവാനാണ്. അരി വെന്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കാണെങ്കിലും അത് കഴിക്കാനും വയലിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുമല്ലോ. പുറത്താണെങ്കിൽ നല്ല മഴയാണ് കേട്ടോ. അങ്ങനെ നല്ല പോലെ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്കിത് വീട്ടിൽ മിക്കപ്പോഴും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. കഞ്ഞിയായിട്ടും പായസമായിട്ടും ഒക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ വെള്ളം കൂട്ടി ആ പാലും അങ്ങോട്ട് ഒഴിച്ചു നല്ലപോലെ ഇളക്കിയെടുത്തു. കാരണം നമ്മൾ പായസ പരുവത്തിൽ വെറുതെ കുടിക്കാനാണല്ലോ. അപ്പോൾ പിന്നെ വെള്ളം ഒഴിട്ടൊക്കെ നല്ലപോലെ എടുത്തു. കാരണം എത്ര വെള്ളം ഒഴിച്ചാലും ഇത് ലാസ്റ്റ് കുറുകി വരും. അങ്ങനെ നല്ലപോലെ ഇളക്കി നല്ല കട്ടയൊക്കെ കളഞ്ഞ് അങ്ങനെയൊക്കെ ഇളക്കി എടുത്തപ്പോഴാണ്. എന്നാൽ പിന്നെ ഇപ്പോൾ ആദ്യം കഞ്ഞിയായിട്ട് കുടിക്കാമെന്ന് ഓർത്തേട്ടാ. കാരണം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ ഓർത്ത് പഞ്ചസാര ഇട്ടിട്ടുണ്ടല്ലോ, എന്നാൽ പിന്നെ പായസം തന്നെ ആക്കാം. അങ്ങനെ പിന്നെ ഇത്തിരി നെയ്യൊക്കെ ഇട്ടിട്ട് ഇച്ചിരി അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ അതും വിതറിയിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കി. പുറത്താണെങ്കിൽ നല്ല മഴയും തണുപ്പ്, ചെറുതായിട്ടൊരു ഇടിമിന്നൽ പോലെയൊക്കെ ഉണ്ട്. അപ്പോഴേക്കും നമ്മുടെ വീടിൻ്റെ മുന്നിൽ മീനൊക്കെ വരാൻ തുടങ്ങി. ഇത് മുമ്പൊരിക്കൽ ഈ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ അന്നിട്ട വീഡിയോൻ്റെ കുറച്ചുള്ള വീഡിയോ പാർട്സാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് എടുക്കുന്നത് തന്നെ അന്നാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത് തന്നെ. പിന്നെ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അപ്പം നോക്കുമ്പോൾ ചോറത്തിന് കട്ടിയിട്ടുണ്ട്. മീൻസ് പായസത്തിൽ കട്ടിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. പപ്പടമൊക്കെ കൂട്ടിയിട്ട് പിടി അങ്ങ് പിടിച്ച് അന്തസ്. നല്ല തണുപ്പ്, പപ്പടവും ഈ പായസം സൂപ്പർ.